നമ്മുടെ സംശയം ഇവിടെ ബാക്കിയാണ്, നിയാസിനമൈഡ് ഉപയോഗിക്കണോ സാലിസാലിക് ഉപയോഗിക്കണോ എന്നുള്ള കേസിൽ. നമുക്ക് രണ്ടും ഉപയോഗിക്കാവുന്നതാണ്. എന്നിരുന്നാലും നിയാസിനമൈഡ് ഉപയോഗിക്കുക കൂടുതലും ചെറിയ രീതിയിൽ ആക്നേസോ, വളരെ ചെറിയ മൈൽഡായിട്ടുള്ള ആക്നേസ്, അതുപോലെ തന്നെ മൈൽഡായിട്ടുള്ള ആക്നേസ് സ്കാർ, അതുപോലെ ഡൾ സ്കിന്നുകാർക്കൊക്കെ ആയിരിക്കും ഈ പറയുന്ന നിയാസിനമൈഡ് ഒന്നും കൂടെ ബെറ്റർ. അതേസമയം നിങ്ങൾക്ക് ഭയങ്കര ഹെവി ആയിട്ടുള്ള ആക്നെ, പ്രത്യേകിച്ച് ചീക്ക് ബോൺസിൽ അല്ലെങ്കിൽ ചീക്സ് ഏരിയയിലൊക്കെ ഭയങ്കര ഹെവി ആയിട്ടുള്ള ആക്നേസ്, ഭയങ്കര വലിയ രീതിയിലുള്ള പിമ്പിൾസ് ഒക്കെയാണ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിയാസിനമൈഡിനേക്കാൾ ബെറ്റർ സാലിസാലിക് സിറം ആയിരിക്കും. സാലിസാലിക്കാണ് ബെസ്റ്റ് എന്ന് ഞാൻ പറയാനുള്ള റീസൺ, ഒന്ന്, ഇതൊരു BHA സൊല്യൂഷനാണ്. അതായത് AHAനേക്കാൾ ഫാസ്റ്റായിട്ട് സ്കിൻ സെൽസ് അല്ലെങ്കിൽ എക്സ്ഫോളിയേഷൻ നടത്തുന്ന ഒന്നാണ് BHA എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്കിൻ സെല്ലിനെ നല്ല രീതിയിൽ എക്സ്ഫോളിയേറ്റ് ചെയ്യാനും ആ ഭാഗത്ത് ബ്ലോക്കേജ് ഇല്ലാണ്ടാക്കാനും ഈ പറയുന്ന സാലിസാലിക്ക് നല്ല രീതിയിൽ ബെനിഫിറ്റ്സ് നമുക്ക് തരുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സാലിസാലിക്ക് നല്ലൊരു എക്സ്ഫോളിയേറ്റർ ആയതുകൊണ്ട് തന്നെ സ്കിന്ന് ഡ്രൈ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം സാലിസാലിക് ഉപയോഗിക്കുന്നവർ നിർബന്ധമായിട്ടും മോയ്സ്ചറൈസർ ഇടണം. ഇനി ഒരു ഓയിലി സ്കിൻ ആരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടുന്ന സമയത്ത് ഒരു നോൺ കൊമീഡോജെനിക് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ചൂസ് ചെയ്യുക. അടുത്തൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ പറയുന്ന സാലിസാലിക് സിറം ഉപയോഗിച്ചുകൊണ്ട് വിത്തിൻ 1 ഡേയോ അല്ലെങ്കിൽ 2 ഡേയ്സോ അല്ലെങ്കിൽ 1 വീക്ക് കൊണ്ടോ ഈ പിമ്പിൾസ് ഒന്നും കാണാണ്ട് പോകത്തില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കൊരു പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 3 months എങ്കിലും സാലിസാലിക് ഉപയോഗിക്കേണ്ടതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യം, ഈ പറയുന്ന ഹോർമോൺ ചേഞ്ചസ് കാരണം നിങ്ങൾക്ക് ആക്നെ ഇഷ്യൂസ് ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ സാലിസാലിക് ഉപയോഗിച്ചു 3 മാസം ഉപയോഗിച്ചത് കൊണ്ട് നിങ്ങൾക്ക് കറൻലി ഉണ്ടായിരുന്ന ആക്നേസ് പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇനി ആക്നെ വരില്ല എന്ന് ഞാൻ പറയത്തില്ല. ആക്നേസ് വരും, ഇനിയും വന്നുകൊണ്ടേ ഇരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. നിങ്ങൾക്ക് സാലിസാലിക് സിറം ചെയ്യുന്നത് നല്ല രീതിയിൽ എക്സ്ഫോളിയേഷൻ നടത്തി ബ്ലോക്കേജ് ഒന്നും ആ ഭാഗത്ത് ഇല്ലാതാക്കി ആക്നീസിനെ കൺട്രോൾ ചെയ്യുക മാത്രമായിരിക്കും ഈ പറയുന്ന സാലിസാലിക് സിറം ചെയ്യുക. അപ്പം സാലിസാലിക് സിറം വേണോ നിയാസിനമൈഡ് സിറം വേണോ എന്നുള്ളതിന് നമുക്കിപ്പോൾ ഒരു ക്ലാരിറ്റി ആയില്ലേ. ഇനി എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എഫോർഡബിൾ ആയിട്ടുള്ള ഒരു സാലിസാലിക് സിറം ഏതാണെന്നുള്ളത് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. അപ്പം ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്.